തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. എളകുന്നപ്പുഴ ക്ഷേത്രോത്സവം നവംബർ 25 കൊടിയേറും. വൈപ്പിൻകരയിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് എളങ്കുന്നപ്പുഴ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് ക്ഷേത്രം. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 മുതൽ 6:30 വരെ സോപാന സംഗീതം, ദീപാരാധനയ്ക്കു ശേഷം തന്ത്രിമുഖ്യരായ ചേനാസ്മന നാരായണൻ നമ്പൂതിരിപ്പാട്, പൊതിയിൽ ചേനാസ്മന ഗിരീശൻ നമ്പൂതിരിപ്പാട്, കിഴക്കിനി മേത്താട്ട് മന മാധവൻ നമ്പൂതിരിപ്പാട്ട്, ചേനാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ്. കൊടിയേറ്റിനു ശേഷം വയലിൻ ഫ്യൂഷൻ ഉണ്ടാകും. ബുധനാഴ്ച രാത്രി 8:30 കൊടിപ്പുറത്ത് വിളക്ക് നടക്കും. വ്യാഴാഴ്ച വൈകിട്ട് 7:15 ക്ലാസിക്കൽ ഡാൻസ്, വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ ആനച്ചമയം പ്രദർശനം, ദീപാരാധനയ്ക്ക് ശേഷം പോരൂർ ഹരിദാസിന്റെ തായമ്പക, ശനിയാഴ്ച രാവിലെ 8 വിശേഷാൽ ശീവേലി, വർണ്ണശബളമായ കുടമാറ്റം, ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ 19ാം വർഷവും എളങ്കുന്നപ്പുഴ തേവരുടെ സ്വർണ്ണക്കൊലമേറ്റും നടക്കും. നമ്മുടെ വൈപ്പിൻകരയുടെ കരനാഥനായ എളങ്കുന്നപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 2025 ആണ്ടിലെ തിരുവുത്സവം നവംബർ 25 തൃക്കൊടിയേരി ആരംഭിക്കുകയാണ്. കലാപരിപാടികളെല്ലാം ഈ തിങ്കളാഴ്ച നവംബർ 24 തുടങ്ങി ആരംഭിക്കുകയാണ്. 10 ദിവസമാണ് ഉത്സവം. നവംബർ 25 തുടങ്ങി ഡിസംബർ 4 തൃക്കാർത്തിക ആറാട്ടോടുകൂടിയാണ് പര്യവസാനിക്കുന്നത്. 11 ദിവസവും കലാപരിപാടികളുണ്ട്. ഏതാണ്ട് ഒരു 45ഓളം കലാപരിപാടികൾ ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് പ്രാമുഖ്യം കൊടുത്തുള്ള കലാപരിപാടികളാണ് കൂടുതലും ഈ ഉത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറുന്നത്. അതോടൊപ്പം നവംബർ 26 തുടങ്ങി തുടങ്ങി ആനയെഴുന്നള്ളിപ്പും മേളം ഒക്കെ തുടങ്ങും. കേരളത്തിൽ തന്നെ പ്രമുഖമായിട്ടുള്ള മേള കലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ പ്രമാണികളായിട്ടുള്ള മേളങ്ങളാണ് 3-ാം ദിവസം തുടങ്ങി 10-ാം ദിവസം വരെ ക്ഷേത്ര ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ശീവേലിക്കും വിളക്കിനും ഉണ്ടായിരിക്കുന്നത്. പെരുവരം സതീശന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും ഉണ്ടാകും. ശീവേലിക്ക് ശേഷം ഓട്ടൻതുള്ളൽ, കരോക്ക ഭക്തിഗാനമേള, പ്രസാദകൂട്ട് എന്നിവ നടക്കും. വൈകിട്ട് 6 തിരുവാതിരകളി, 7:30 കുറുത്തിയാട്ടം, രാത്രി 8 വിശേഷാൽ വിളക്ക്, തുടർന്ന് 8:30 പറക്കൊടിയേറ്റ് എന്നിവ നടക്കും. 7-ാം ദിവസം തിങ്കളാഴ്ചയാണ് പ്രസിദ്ധമായ കച്ചേരിപ്പറ. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം സെമി ക്ലാസിക്കൽ ഡാൻസ്, 7 നൃത്യങ്ങൾ, 8:30 കച്ചേരിപ്പറ എഴുന്നള്ളിപ്പിന് കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിലുള്ള മേജർ സെറ്റ് പഞ്ചവാദ്യം. 8-ാം ദിവസം ചൊവ്വാഴ്ച രാവിലെ 8:30 ശീവേലി, ചൊവ്വല്ലൂർ മോഹനന്മാരുടെ നേതൃത്വത്തിൽ മേളം, ശീവേലിക്ക് ശേഷം സംഗീതാർച്ചന, വൈകിട്ട് ലക്ഷദീപം, വൈകിട്ട് 6:30 ഭക്തിഗാനമേള. 9-ാം ദിവസം ബുധനാഴ്ച രാവിലെ 8:30 ശീവേലിക്ക് നന്ദിലകത്ത് ഗോപാലകൃഷ്ണൻ സ്വർണ്ണക്കൊലമേറ്റും. ചെറുശ്ശേരി കുട്ടന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും ഉണ്ടാകും. ശീവേലിക്ക് ശേഷം സംഗീതാർച്ചന, രാത്രി 8:30 വലിയ വിളക്ക്. സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ പള്ളിക്കുറുപ്പ് ദർശനം, ശീവേലി വൈകിട്ട് 5:30 പള്ളിക്കുറുപ്പ് ദർശനം, ശീവേലി വൈകിട്ട് 5:30 കൊടിയിറക്കൽ, ആറാട്ടെഴുന്നള്ളിപ്പ്, രാത്രി 7:30 നൃത്യങ്ങൾ, ആറാട്ട് തിരിച്ചെഴുന്നള്ളിപ്പ്, എതിരേൽപ്പിന് കർപ്പൂര ദീപക്കാഴ്ച, നാദസ്വരം, പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവ അകമ്പടിയേകും. ക്ഷേത്രോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ഉപദേശക സമിതി ഭാരവാഹികളായ AK സുരേഷ്, പ്രമോദ് കൃഷ്ണൻ T, KU ഗോപാലകൃഷ്ണൻ, സതീശൻ നാരായണൻ ഉണ്ണി, വേണു അഞ്ചലശ്ശേരി എന്നിവർ പറഞ്ഞു. 9ഓളം കേരളത്തിലെ പ്രമുഖ ഗജവീരന്മാരും പങ്കെടുക്കുന്ന വിശേഷാൽ ശീവേലിയും വിളക്കുമാണ് അന്ന് അരങ്ങേറുന്നത്. എല്ലാ വർഷത്തെയും പോലെ പാമ്പാടി രാജൻ എന്നുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നാട്ടാനെയാണ് എളങ്കുന്നപ്പുഴ തേവരുടെ സ്വർണ്ണക്കോലം നേറ്റുന്നത്. അന്നത്തെ മേളത്തിന് മേളകലാനിധി പെരുവനം സതീശന്മാരാണ് പ്രമാണം വഹിക്കുന്നത്. പിന്നെ തിരുവുത്സവത്തിന്റെ 7-ാം ദിവസമാണ് ചരിത്ര പ്രസിദ്ധമായ കച്ചേരിപ്പറ. അന്ന് തൃശ്ശൂർ പോലെ തന്നെ തിരുവമ്പാടി വിഭാഗം പഞ്ചവാദ്യ പ്രമാണി കോങ്ങാട് മധുവിന്റെ പ്രമാണത്തിലുള്ള മേജർ സെറ്റ് പഞ്ചവാദ്യം ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ.